നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കോൺഗ്രസ് നടത്തുന്ന അതിരുവിട്ട നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം. വാർത്തകൾ വിശദമായി. ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃപ്പയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് വലപ്പാട് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഷാഫി പറമ്പലിനെതിരെ ഗൂഢാലോചന നടത്തിയതാണ് ഇന്നലെ കണ്ട ആക്രമണം. ശ്രീ ഷാഫി പറമ്പിന്റെ തലയിൽ നിന്ന് ചോര വാർന്നൊലിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീ ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ നിന്ന് രക്തം വാർന്നു വീണിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഓരോ തുള്ളി ചോരയ്ക്കും പകരം നമ്മൾ ചോദിക്കും, കണക്ക് നമ്മൾ തീർത്തിരിക്കും. പിണറായി വിജയന്റെ വാക്കും കേട്ട് തിരിച്ച പോലീസ്, അവർക്ക് നമ്മൾ മുതലും പലിശയും അടക്കം അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കും. ഇല്ലേ? ശ്രീ ഷാഫി പറമ്പിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ, ശ്രീ ഷാഫി പറമ്പിൽ സമര പോരാട്ടങ്ങൾ അടയാളപ്പെടുത്തിയതിലൂടെ വളർന്നു വന്ന നേതാവാണ്. ആ ഷാഫി പറമ്പിലിന് അങ്ങ് കൈകാര്യം ചെയ്ത് കളയാമെന്ന് കരുതിയാൽ അത് പിണറായി വിജയന്റെ വാക്കും കേട്ടിറങ്ങുന്ന ഒരു പോലീസുകാരനും ഷൗക്കു പറഞ്ഞതുപോലെ വിശ്വവസതിയിലെ ബെഡ്റൂമിൽ ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ച് അന്തിയുറങ്ങാമെന്ന് കരുതേണ്ട. പിണറായി വിജയന്റെ കേരള ഭരണത്തിൽ പാർലമെന്റ് മെമ്പർക്ക് പോലും രക്തം വാർന്ന് തെരുവിൽ നിൽക്കേണ്ട അവസ്ഥയാണെന്ന് DCC സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, CM നൌഷാദ്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, P വിനു, PM സിദ്ദിഖ്, PS സുൽഫിക്കർ, സന്തോഷ് മാസ്റ്റർ, രാജീവ് AB, ചന്ദ്രൻ PK എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, ഹിറോഷ് ത്രിവേണി, VD സന്ദീപ്, ഗഫൂർ തളിക്കുളം, VK മോഹനൻ, TV ഷൈൻ, CV ഗിരി, CV വികാസ്, CR അറുമുഖൻ, E രമേശൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, രമേശ് ഐനിക്കാട്ട്, PC മണികണ്ഠൻ, MM ഇക്ബാൽ, CR രാജൻ, ഉസ്മാൻ അന്തിക്കാട്, ജയസത്യൻ, ബിന്ദു പ്രദീപ്, രഹന ബിനീഷ്, റസിയ അന്തിക്കാട് എന്നിവർ തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് തുടങ്ങിയ മാർച്ചിന് നേതൃത്വം നൽകി. വോട്ടർ പട്ടികയിൽ നടക്കുന്ന കൃത്രിമങ്ങളും വോട്ടവകാശം നിഷേധിക്കുന്ന ഇടപെടലുകളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകി നാട്ടിക ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു അധ്യക്ഷയായി. ജില്ലാ ഭാരവാഹികളായ രഹന ബിനീഷ്, ജയ സത്യൻ, ശിബ പ്രദീപ്, റസിയ അന്തിക്കാട്, ബ്ലോക്ക് സെക്രട്ടറി നളിനി, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ശാന്ത സോളമൻ, ജിഷ പ്രേംലാൽ, ശ്രീദേവി സദാനന്ദൻ, മൈജി തോമസ്, തങ്കമണി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി.
കേരളത്തിലടക്കം വരാൻ പോകുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകൾക്ക് വോട്ടില്ലാത്ത വോട്ടർ പട്ടികയാണ്. അതിനെതിരെയുള്ള ഒരു ശക്തമായ സമരം ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബീഹാറിൽ പുതിയ വോട്ടർ പട്ടിക വന്നപ്പോൾ 65 ലക്ഷം പേരാണ് അവസാനം വന്ന വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കേരളത്തിലും അടുത്ത ദിവസം വോട്ടർ പട്ടിക പരിശോധിച്ച് 2002 മുൻപുള്ള ആളുകൾ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കി, അങ്ങനെ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം വരാൻ പോവുകയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന അതിരുവിട്ട നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി പണിതീർത്ത വാതക ശ്മശാനമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈ ഭരണസമിതി ചുമതലയേറ്റപ്പോൾ നടപ്പാക്കിയ കാര്യങ്ങൾ അനവധിയാണ്. ലൈഫ് ഭവന പദ്ധതി മുതൽ കുടിവെള്ളത്തിന് കിയോസ്കുകൾ സ്ഥാപിക്കുന്നതുവരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ഫാമിലി ഹെൽത്ത് സെന്റർ ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുതിയ ബ്ലോക്ക് പണി കഴിപ്പിച്ചു. പൈപ്പ് ഇടുന്നതിനായി പൊളിച്ച റോഡുകളിലെ മണ്ണ് ലേലം ചെയ്ത് ഫണ്ട് പഞ്ചായത്തിൽ അടച്ച കണക്കുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ നാവാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ ഐഷാബി അബ്ദുൽ ജബ്ബാർ, KK സന്തോഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാ ലൈറ്റുകളും ഓഫായി കിടക്കണമെന്ന്, എല്ലാ വാർഡിലെയും ലൈറ്റുകൾ ശരിയാക്കിയിട്ട് അതാത് മെമ്പർമാർ രജിസ്റ്റർ ചെയ്ത് എഴുതി വെക്കും. ഒപ്പിട്ട് കൊടുക്കാണ്ട് നമ്മൾ പഞ്ചായത്ത് കാശ് കൊടുക്കില്ല. കോൺട്രാക്ടർമാർ എല്ലാ കോൺട്രാക്ടർമാർക്കും ചെയ്യുന്ന കോൺട്രാക്ടർക്ക് കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മെമ്പർമാർ പഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈൻ മെയിൻ്റനൻസിൻ്റെ രജിസ്റ്ററിൽ ഒപ്പിടും. അതവിടെ ഇരിക്കുന്നുണ്ട്. ആയിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കും. ഈ ഭരണസമിതി വരുമ്പോൾ 100 ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. 3 കൊല്ലമായിട്ട് കെട്ടിടത്ത് പേരാമ്പഴത്തിൻ്റെ അവിടെ 6 വർഷം ആയിട്ട് അത് കത്തണ ഉണ്ടായിരുന്നില്ല. കാലത്ത് അതെല്ലാം ശരിയായി. ഹൈ മാസ്റ്റ് ലൈറ്റ് എല്ലാ കണക്കോടെ ഉണ്ട്. നിങ്ങൾക്കത് കൃത്യമായിട്ട് പരിശോധിക്കും. പിന്നെ ഒരു പറഞ്ഞത് പഞ്ചായത്തിൽ ബാത്റൂമില്ല. എന്താണ് നമുക്ക് മനസ്സിലായില്ല. പഞ്ചായത്തിൽ ബാത്റൂമില്ല എന്ന് പറയുന്നത് ഈ വെറുതെ നമ്മളൊരു ആഭാസത്തിന് വേണ്ടി പറയരുത്. അവിടെ കുടുംബശ്രീ ഓഫീസുണ്ട്. അവരുടെ ട്രെയിനിങ് എല്ലാ മാസവും 2-3 ട്രെയിനിങ് ഒക്കെ അവിടെ. പിന്നെ പഞ്ചായത്തിൽ വരുന്ന ആളുകൾ കണക്ക് ബാത്റൂമിൻ്റെ തന്നെ കണക്കൊന്നും നമ്മൾ പറയുന്നത്. എന്നാലും നല്ല ബാത്റൂമുകളാണ് ഉള്ളത്. ഷാഫി പറമ്പിൽ MPയെയും കോൺഗ്രസ് നേതാക്കളെയും അകാരണമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരിഞ്ഞനത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം 3 പീടിക അറവുശാലയിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ MVU ഉമറുൽ ഫാറൂഖ്, KV അബ്ദുൾ മജീദ്, സുധാകരൻ മണപ്പാട്ട്, KB അനിൽകുമാർ, KA അഫ്സൽ, അനസ് അബൂബക്കർ, ഷഹന കാട്ടുപറമ്പിൽ, പ്രവിത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇത് തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ഉത്ഭവം പേരാമ്പ്ര കോളേജിൽ 30 വർഷം SFI ഭരിച്ചിരുന്ന ആ സ്ഥാനം ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KSU ആ ചെയർമാൻ സ്ഥാനം നേടിയിരിക്കുകയാണ്. അതിൻ്റെ അസഹിഷ്ണുതയാണ് പേരാമ്പ്രയിൽ നടന്ന ഈ അജ്ഞാത താണ്ഡവ നൃത്തം. കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം. ആരോഗ്യ കേന്ദ്രങ്ങളുടെ കാര്യക്ഷമതയ്ക്കാണ് കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാരം അംഗീകാരം ലഭിച്ചത്. സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 97.89% എന്ന മികച്ച മാർക്ക് കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം കരസ്ഥമാക്കി. OP സംവിധാനം, ലബോറട്ടറി, ദേശീയ ആരോഗ്യ പരിപാടി, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ വിഭാഗങ്ങളിലായി അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രധാന സേവനങ്ങൾ, ഇൻഫെക്ഷൻ കൺട്രോൾ, ശുചിത്വം, ഗുണമേന്മ, രോഗി സൗഹൃദ അന്തരീക്ഷം എന്നിവ വിലയിരുത്തിയാണ് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ദേശീയ ഗുണമേന്മ അംഗീകാരം നൽകുന്നത്.
ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടത്തുന്ന പരിശോധനകൾക്ക് ശേഷമാണ് ആശുപത്രികളുടെ ഗുണനിലവാര മാനദണ്ഡം ഉറപ്പാക്കുന്നത്. NQAS ലക്ഷ്യ അംഗീകാരത്തിന് 3 വർഷത്തെ കാലാവധിയാണ് ഉള്ളത്. അംഗനവാടിയിലെ കുട്ടികളുമായും അവരുടെ രക്ഷിതാക്കളുമായും അന്തിക്കാട് എക്സൈസ് ഓഫീസ് സംവാദം സംഘടിപ്പിച്ചു. അന്തിക്കാട് കല്ലിടവഴിയിലെ ഉഷസ് അംഗനവാടിയിലാണ് സൗഹൃദ സംവാദം സംഘടിപ്പിച്ചത്. കോൾ മേഖലകളിലെ ബണ്ടുകളിലും മറ്റും ഭീതിതമായ രീതിയിൽ പെരുകുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് രക്ഷിതാക്കളെ ജാഗ്രതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് സംവാദം. മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അംഗനവാടി കുഞ്ഞുങ്ങളിൽ പോലും വ്യാപകമായി കണ്ടുവരുന്നതിനെക്കുറിച്ചും അതെങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടായിരുന്നു. അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ N. രാജേഷ് സംവാദത്തിന് നേതൃത്വം നൽകി. വാർഡംഗം ലീന മനോജ് അധ്യക്ഷയായി. ALMSC അംഗങ്ങളായ നാസർ അന്തിക്കാട്, അബ്ബാസ് വീരാവുണ്ണി, രമ രഘു, പ്രിയങ്ക സോമൻ, ഹസീന ഷൗക്കത്തലി, അംഗനവാടി വർക്കർ സെബീന നാസർ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അംഗനവാടി കലോത്സവം കുഞ്ഞരങ്ങ് 2025 വർണ്ണാഭമായി. തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ നിയോജകമണ്ഡലം MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെ. അംഗനവാടി കുട്ടികൾ മുതൽ പ്രായമായവരുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇബ്രാഹിം പടിവിങ്ങൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AS സബിത്, ഷബീർ അലി, CM നിസാർ, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, ICDS സൂപ്പർവൈസർ ദീപ്തി എന്നിവർ സംസാരിച്ചു. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പൊതുസ്ഥലം വൃത്തിയാക്കൽ എന്നീ പദ്ധതിയുടെ ഭാഗമായി നാട്ടിക പഞ്ചായത്തിലെ പുതിയതായി നിർമ്മിച്ച ജൂബിലി മന്ദിരം പരിസരം ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, സെക്രട്ടറി ഹേമചന്ദ്രൻ, HI റീജ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സ്ഥലമുണ്ട്, അതും കൂടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും കൂടി ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. വളരെ അപകടം പിടിച്ചൊരു പണിയായിരുന്നു. എങ്കിൽ പോലും അത് നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണത്തോടെ അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ നാട് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് 65%, ഒരു 35% ഓക്സിജനും. അതുകൊണ്ട് തന്നെ എന്തസുഖം വന്നാലും ആളുകൾക്ക് ഇപ്പോൾ ശ്വാസതടസ്സവും മറ്റ് കുഴഞ്ഞു വീണ മരണങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. CPM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയും പാർട്ടി മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായിരുന്ന KK മാമക്കുട്ടിയുടെ ചരമദിനം ആചരിച്ചു. CPM മണലൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ ചടങ്ങിൽ CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ കമ്മിറ്റി മെമ്പർ ജനാർദ്ദനൻ മണ്ണുമ്മൽ, ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. KSSPU വാടാനപ്പള്ളി യൂണിറ്റ് കുടുംബ സംഗമങ്ങൾക്ക് തുടക്കമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടാനപ്പള്ളി യൂണിറ്റിന്റെ പ്രഥമ കുടുംബസംഗമം ശ്രീമതി വിജയന്റെ വസതിയിൽ നടത്തി. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉദ്ഘാടനം ചെയ്തു. മാലതി ടീച്ചർ അധ്യക്ഷയായി. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, യൂണിറ്റ് സെക്രട്ടറി NK ലോഹിതാഷൻ, യൂണിറ്റ് പ്രസിഡന്റ് KG വിജയലക്ഷ്മി ടീച്ചർ, ശ്രീവരദൻ, രാജേന്ദ്ര മാസ്റ്റർ, തുളസി ടീച്ചർ, ശശികല ടീച്ചർ എന്നിവർ സംസാരിച്ചു. അവിടെ നടന്ന പ്രളയം, അതുപോലെ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ സംഘടന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധാരാളം സംഭാവനകൾ നൽകുന്നതും മറ്റ് കേന്ദ്രങ്ങളിൽ ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെ അവിടെയും തുടങ്ങിയിട്ടുള്ള ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുകയും ഒക്കെ നമ്മുടെ സംഘടന ചെയ്തിട്ടുള്ളതാണ്. 88 കോടിയോളം രൂപ നമ്മുടെ സംഘടനാ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മളൊക്കെ നൽകിയ സംഭാവനകൾ, വ്യക്തിഗതമായി നൽകിയതൊക്കെ വളരെ ധാരാളം വേറെയും. അത്തരത്തിൽ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും സേവനത്തിന്റെ പാതയിലൂടെ കോൺഗ്രസ് സന്ദേശം ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് നിസ്വാർത്ഥമായി പ്രവർത്തിച്ച EB ഉണ്ണികൃഷ്ണന്റെ അനുസ്മരണം ഓർമ്മകളിൽ EB എന്ന പേരിൽ നടത്തി. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റ് പ്രസ്ഥാനങ്ങളിലെ നേതാക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു തടസ്സമേ ആയിരുന്നില്ല. CPM ആകട്ടെ, CPI ആകട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകട്ടെ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ, അവരൊക്കെയായി അതാത് കാലത്തെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമുണ്ടാകും. ഏവരുമായി അടുത്ത ബന്ധം പുലർത്തി അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട മേഖലകളിൽ ഒരുമിച്ച് നിന്ന് നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നാം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, പ്രവർത്തന പശ്ചാത്തലമൊക്കെ അല്പം മുമ്പ് സ്ക്രീനിൽ കാണുകയുണ്ടായി. കാർഷിക മേഖലയെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഉദയനോട് ചോദിക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. വീട്ടിൽ സ്വന്തമായൊരു പൂന്തോട്ടം അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്നേഹസ്പർശത്തിൻ്റെ ഭാഗമായി, പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായി ഒരു
വിഷമുക്തമായ ഒരു പച്ചക്കറി കൃഷി എന്നുള്ളൊരാശയം പ്രചരിപ്പിക്കുന്നതിന് ഈ ഫൗണ്ടേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ ആ കാര്യത്തിൽ ഞാൻ നോക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ദിലീപ് ഒരുമിച്ച് അവിടെ നിൽക്കുന്ന വയലിൽ നിൽക്കുന്ന ചിത്രം നാം കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സ്മാരകമായി രൂപീകരിക്കപ്പെട്ട EB ഉണ്ണികൃഷ്ണൻ ഫൗണ്ടേഷനാണ് അനുസ്മരണം നടത്തിയത്. ഫൗണ്ടേഷൻ നൽകിയ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്നേഹസ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വളണ്ടിയർമാർക്ക് നൽകി. വാടാനപ്പള്ളി ആക്സിന് ആക്സ് വളണ്ടിയർമാർക്ക് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ VM സുധീരൻ സഹായം നൽകി. EB ഉണ്ണികൃഷ്ണന്റെ സഹോദരി EB ശോഭന അധ്യക്ഷയായി. കവിയും തിരക്കഥാകൃത്തുമായ PN ഗോപികൃഷ്ണൻ, കവിയും ചലച്ചിത്രഗാന രചയിതാവുമായ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ, ചലച്ചിത്ര സംവിധായകൻ മണിലാൽ, ഡോക്ടർ മാഹിൻ, കേരള മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി ഹബീബുള്ള, VR മനോജ്, AM സനൌഫൽ, KS ദീപൻ മാസ്റ്റർ, അബ്ദുൾ ജബ്ബാർ അറയ്ക്കൽ, ഉദയ് എന്നിവർ സംസാരിച്ചു. വടകര MP ഷാഫി പറമ്പിലിനെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് UDF വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. ജാഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MA മുസ്തഫ സംസാരിച്ചു. DCC മെമ്പർ CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മഹിളാ കോൺഗ്രസ് മണലൂർ മണ്ഡലം സെക്രട്ടറി ഷീജ ടീച്ചർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ, യൂത്ത് ലീഗ് പ്രസിഡന്റ് സമാൻ, മുസ്ലിം ലീഗ് നേതാവ് രജനി കൃഷ്ണാനന്ദ്, സുഹൈൽ, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ PD ബെന്നി, NJ സേവ്യർ, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ സമീർ ഹംസ, രാഗനാഥൻ വൈക്കാട്ടിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നറുക്കെടുപ്പ് നടത്തി. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 45 കൊല്ലത്തെ പാരമ്പര്യമുള്ള തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കൊടകര ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പർച്ചേസ് ചെയ്യൂ മലേഷ്യയിലേക്ക് പറക്കൂ എന്ന ലക്കി മത്സരത്തിന്റെ നറുക്കെടുപ്പ് തൃപ്രയാർ ഷോറൂമിൽ ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ നിർവഹിച്ചു. കൂപ്പൺ നമ്പർ 1494. ഹലോ സതീബാലു അല്ലേ? അതെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ആണ് വിളിക്കുന്നത്. കഴിഞ്ഞ മാസം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന് പർച്ചേസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഒരു കൂപ്പൺ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു മലേഷ്യൻ ട്രിപ്പിൻ്റെ. കൺഗ്രാജുലേഷൻസ്, താങ്കൾക്കാണ് ആ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി പറയുന്നു. കൂപ്പൺ നറുക്കെടുപ്പിൽ മലേഷ്യയിലേക്ക് പറക്കാൻ കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയിയായി വലപ്പാട് സ്വദേശി സതി ബാലു അർഹയായി. നറുക്കെടുപ്പ് ചടങ്ങിൽ ചെയർമാൻ രാജൻ ചെമ്പാറ, മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ, PRO ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നമസ്കാരം. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കൊടകരയിലെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്കായിട്ട് ഏർപ്പെടുത്തിയിരുന്ന ഓഫർ, മലേഷ്യൻ ഓഫറിൻ്റെ നറുക്കെടുപ്പാണ് തൃപ്രയാർ ഷോറൂമിൽ നറുക്കെടുപ്പാണ് നടക്കുന്നത്. കൊടകര ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മലേഷ്യൻ യാത്രയുടെയും വിസിറ്റ് ആൻഡ് വിന്നിൻ്റെ നറുക്കെടുപ്പ് ഇഷാര കൊടകര ഷോറൂമിൽ വെച്ച് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. മലേഷ്യൻ യാത്രയ്ക്ക് ആനന്ദപുരം ചേലൂക്കാരൻ വീട്ടിൽ CM ശ്രീബാലയും, സ്വർണ്ണമാലയ്ക്ക് വാസുപുരം തലപ്പുലത്ത് വീട്ടിൽ ശിവനും അർഹനായി. തൃപ്രയാർ സരയൂ കലാവേദിയുടെ 3ാം വാർഷികാഘോഷം ഞായറാഴ്ച വൈകിട്ട് 3-ന് മേൽത്തൃക്കോവിൽ ശിവക്ഷേത്ര മൈതാനത്ത് നടക്കും. വനിതാ പുരുഷ വിഭാഗത്തിന്റെ വടംവലി മത്സരം, മോണോ ആക്ട് എന്നിവയും ഉണ്ടാകും. സാംസ്കാരിക സമ്മേളനം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം CS മണികണ്ഠൻ, മേൽത്തൃക്കോവിൽ ശിവക്ഷേത്ര സമിതി പ്രസിഡന്റ് രാമു ചേർത്തേടത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. തുടർന്ന് സ്വസ്ഥ കലാവേദി ചാഴൂർ, ശ്രീഭദ്ര ഐനിച്ചോട്, ആഞ്ജനേയ പെരുങ്ങോട്ടുകര, സരയൂ കലാവേദി എന്നീ ടീമുകളുടെ വീരനാട്യം, കൈകൊട്ടിക്കളി, ഡിസൈൻ കളി എന്നിവ ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കോൺഗ്രസ് നടത്തുന്ന അതിരുവിട്ട നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.